കഴിഞ്ഞ ദിവസമാണ് 3 തവണ IPL ജേതാക്കളായ KKR കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് IPL-ൽ ഈ വർഷത്തെ IPL-ൽ തുടർച്ചയായ രണ്ടാമത്തെ മത്സരത്തിലും പരാജയപ്പെട്ടത് നമ്മൾ കണ്ടത്. ആ മത്സരത്തിലെ ഏറ്റവും നിർണായകമായിരുന്നു അവരുടെ 2 ബാറ്റർമാരുടെ അപ്രതീക്ഷിതമായ റണ്ണൌട്ട്. അതിൽ ഈ മത്സരത്തിലെ 2 റണ്ണൌട്ടുകളിൽ ഒന്ന് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചയായിരിക്കുകയാണ്. KKR-ന്റെ ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ കാമറൂൺ ഗ്രീനാണ് വെറും 2 റൺസ് എടുത്ത് നിൽക്കവേ നിർഭാഗ്യകരമായ രീതിയിൽ ആദ്യം റണ്ണൌട്ടാവുന്നത്. ആംഗ്രിഷ് രഘുവംശി സ്ട്രൈക്ക് നേരിട്ട ശേഷം നോൺ സ്ട്രൈക്കറുടെ എൻഡിലെ ബെയിൽസാണ് വീണതെങ്കിലും അദ്ദേഹത്തിൻ്റെ ഷോട്ടിൽ ബെയിൽസാണ് വീണതെങ്കിലും ഔട്ട് നൽകപ്പെട്ടത് നോൺ സ്ട്രൈക്കറായി റണ്ണിനായി മുന്നോട്ടേക്ക് ഓടിയ ഗ്രീനാണ്. അപ്പോൾ എന്തുകൊണ്ടാവാം തേർഡ് അമ്പയർ രഘുവംശിക്ക് പകരം ഗ്രീനിനെ മടക്കി അയച്ചത്? എന്താണ് ഇതിൻ്റെ നിയമവശം? നമുക്കൊന്ന് നോക്കാമെന്ന് തോന്നുന്നു. ആദ്യ എവേ മാച്ചിൽ മുട്ടുമടക്കിയ KKR സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് സ്വന്തം മൈതാനത്തും കീഴടങ്ങുന്ന ദയനീയ കാഴ്ചയാണ് കഴിഞ്ഞത് നമ്മൾ കണ്ടത്. ഈഡൻ ഗാർഡൻസിൽ നടന്ന കളിയിൽ 65 റൺസിനാണ് KKR-നെ ഓറഞ്ച് ആർമി ഇഷാൻ കിഷന്റെ ഓറഞ്ച് ആർമി തുരത്തിയത്. 227 റൺസിന്റെ വലിയൊരു വിജയലക്ഷ്യമാണ് ഇഷാൻ കിഷനും സംഘവും KKR-ന് നൽകിയത്. റൺ ചേസിൽ ആദ്യത്തെ 10 ഓവറിൽ KKR മികച്ച രീതിയിൽ പൊരുതിയെങ്കിലും പിന്നീട് അങ്ങോട്ട് അവർക്ക് അടിമുടി പാളുകയായിരുന്നു. വെറും 16 ഓവറിൽ 161 റൺസിന് അവരെല്ലാവരും ഓൾ ഔട്ട് ആവുകയും ചെയ്തു. ആദ്യ ഓവറിൽ തന്നെ ഫിൻ ആലൻ അവർക്ക് തകർപ്പൻ തുടക്കമാണ്. ചേസിങ്ങിൽ അദ്ദേഹം 26 റൺസാണ് നേടിയത്. അങ്ങനെ ഒരു തുടക്കമാണ് നൽകിയത്. എങ്കിലും അങ്ങനെ ഒരു തുടക്കം ലഭിച്ചെങ്കിലും പിന്നീട് വന്ന ബാറ്റർമാർ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ വീണതോടെ കൊൽക്കത്ത തോൽവി നേടുകയായിരുന്നു. ഇനി റണ്ണൌട്ടിലേക്ക് വരുമ്പോൾ ഈഡൻ ഗാർഡൻസിൽ KKR-ന്റെ ഇന്നിംഗ്സിലെ 6ാമത്തെ ഓവറിലായിരുന്നു നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. ജയദേവ് ഉന്നത്കെട്ടെറിഞ്ഞ തൊട്ട് മുമ്പത്തെ ഓവറിലെ അവസാന പന്തിൽ KKR നായകൻ അജിങ്ക്യ രഹാനെ പുറത്താവുന്നു. 10 പന്തിൽ 8 റൺസ് മാത്രം എടുത്തുകൊണ്ട് തപ്പിത്തടഞ്ഞ അദ്ദേഹത്തെ ഇഷാൻ മലിംഗയാണ് പിടികൂടിയത്. അതിനുശേഷം പിന്നീടാണ് 4ാം നമ്പറിൽ കാമറൂൺ ഗ്രീൻ എന്ന ഓസീസിൻ്റെ ഓൾറൗണ്ടർ ബാറ്റിങ്ങിനായി ക്രീസിലെത്തുന്നത്. നമുക്കറിയാം 25 കോടി രൂപയ്ക്കാണ് അദ്ദേഹത്തെ ഈ IPL-ൽ KKR വാങ്ങിയെടുത്തിരിക്കുന്നത്. അതായത് ഒരു ഓൾറൗണ്ടർ എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയാണ് കാമറൂൺ ഗ്രീൻ ഈ ടീമിലേക്ക് എത്തി നിൽക്കുന്നത്. ആ സമയത്ത് 13 പന്തിൽ 29 റൺസുമായി ആംഗ്രിഷ് രഘുവംശിയായിരുന്നു അപ്പുറത്തുണ്ടായിരുന്നത്. 6ാം ഓവറിൽ എറിയാനെത്തിയത് ഇഷാൻ മലിംഗയാണ്. ഒരു വൈഡുമായിട്ടാണ് അദ്ദേഹം ആ ഓവർ തുടങ്ങുന്നത്. അടുത്ത പന്തിൽ രഘുവംശി ഒരു സിംഗിൾ എടുക്കുന്നു. വീണ്ടും ഒരു വൈഡ് അദ്ദേഹം എറിയുന്നു. 2ാമത്തെ പന്തിൽ സിംഗിളുമായി കാമറൂൺ ഗ്രീൻ അക്കൗണ്ട് തുറക്കുന്നു. ലോങ് ഓണിലേക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഷോട്ട് ആ സമയത്ത് അദ്ദേഹം കളിച്ചത്. അടുത്ത പന്തിൽ മലിംഗ മറ്റൊരു വൈഡ് എറിയുന്നു. 3ാമത്തെ പന്തിൽ രഘുവംശിക്കും സിംഗിളൊന്നും നേടാനാവുന്നില്ല. തുടർന്നുള്ള 2 പന്തുകളിൽ രഘുവംശിയും ഗ്രീനും ഓരോ സിംഗിൾ എടുത്ത് നിൽക്കുന്നു. അങ്ങനെ അവസാനത്തെ പന്തിലായിരുന്നു ഗ്രീനിൻ്റെ നാടകീയ റണ്ണൌട്ട് അരങ്ങേറുന്നത്. സ്ട്രൈക്ക് നേരിട്ട അംഗ്രിഷ് രഘുവംശി നേരെ ബോളറായ മലിംഗക്ക് നേരെ തന്നെയാണ് കളിക്കുന്നത്. വേഗത കുറഞ്ഞ ഒരു താഴ്ന്ന പന്ത് മലിംഗ കാൽകൊണ്ട് തടഞ്ഞതോടെ അത് പ്രതീക്ഷിച്ച പോലെ മുന്നോട്ട് പോയതുമില്ല. അദ്ദേഹത്തിൻ്റെ കൈകളിൽ തന്നെ അത് ഭദ്രമായി നിൽക്കുന്നു. ഇത് കണ്ട് അതിനു മുമ്പ് തന്നെ ഗ്രീൻ സിംഗിൾ എടുക്കേണ്ടെന്ന തീരുമാനത്തിലായിരുന്നു. പക്ഷേ മറുഭാഗത്ത് ആദ്യമൊന്ന് ശങ്കിച്ച ശേഷം രഘുവംശി സിംഗിളിനായി ഏതാണ്ട് പകുതിയോളം എത്തിയത് അദ്ദേഹം കാണുന്നു. അദ്ദേഹം ഓടിയതോടെ ഗ്രീനും മറുഭാഗത്തേക്ക് ഓടുന്നു. എന്നാൽ ഇതിനിടെ ഈ കാൽകൊണ്ട് തടുത്തിട്ട പന്ത് മലിംഗ പെട്ടെന്ന് പിടിച്ചെടുത്ത ശേഷം നോൺ സ്ട്രൈക്കറുടെ എൻഡിലെ ബെയിൽസ് അങ്ങ് തെറിപ്പിക്കുന്നു. അപ്പോൾ രഘുവംശി ക്രീസിൽ എത്തുകയും ചെയ്തിരുന്നില്ല. അദ്ദേഹം സ്ട്രൈക്ക് എൻഡിൽ നിന്നും നോൺ സ്ട്രൈക്കർ എൻഡിലേക്ക് ഓടി വരികയാണ്. നിരാശനായ രഘുവംശി താനാണ് ഔട്ടായത് എന്ന രീതിയിൽ ഗ്രീനോട് അതൃപ്തി പ്രകടിപ്പിച്ച ശേഷം പിന്നീട് ക്രീസ് വിട്ടെങ്കിലും തേർഡ് അമ്പയർ റീപ്ലേ വീണ്ടും പുനഃപരിശോധിക്കുന്നു. അപ്പോഴായിരുന്നു അപ്രതീക്ഷിതമായ ട്വിസ്റ്റ് ഉണ്ടായത്. അതായത് രഘുവംശി ഔട്ടായി എന്ന് തന്നെയായിരുന്നു ആദ്യം എല്ലാവരും കരുതിയിരുന്നത്. സിംഗിളിനായി ഓടവേ നോൺ സ്ട്രൈക്കറുടെ എൻഡിലേക്ക് കുതിച്ച രഘുവംശിയെ ആ സമയത്ത് കാമറൂൺ ഗ്രീൻ ക്രോസ് ചെയ്തിരുന്നില്ലെന്ന് പിന്നീട് വശങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാവുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തം എൻഡിലെ ബെയിൽസ് വീണ ഗ്രീനാണ് റണ്ണൌട്ടായതെന്ന് പിന്നീട് തേർഡ് അമ്പയർ വിധിക്കുകയായിരുന്നു. ഇതാണ് അതിൻ്റെ ഒരു നിയമവശമുണ്ടായത്. നിരാശയോടൊപ്പം ഞെട്ടലോടെ 2 പന്തിൽ 2 റൺസ് മാത്രം എടുത്ത് കാമറൂൺ ഗ്രീനും ആ സമയത്ത് മടങ്ങേണ്ടി വരുന്നു. ഗ്രീനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം തുടർച്ചയായ 2ാം മത്സരത്തിലാണ് അദ്ദേഹം ഇങ്ങനെ നിരാശപ്പെടുത്തുന്നത്. ഈ റണ്ണൌട്ടിൻ്റെ നിരാശ അദ്ദേഹത്തെ കൂടുതൽ നൈരാശ്യത്തിലേക്ക് നയിക്കുമെന്നും ഉറപ്പാണ്. നമുക്കറിയാം ആദ്യ കളിയിൽ IPL-ൽ മുംബൈ ഇന്ത്യൻസിനോട് പരാജയപ്പെട്ടതിന് പിന്നാലെ കൊൽക്കത്തൻ താരമായ ഗ്രീനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. 25.2 കോടി രൂപയ്ക്ക് ടീമിലെത്തിച്ച ഓസ്ട്രേലിയൻ ഓൾറൗണ്ടറായ ഗ്രീൻ
ആ മത്സരത്തിൽ പന്തെറിഞ്ഞിരുന്നില്ല. ബാറ്ററായി മാത്രമാണ് അദ്ദേഹം പരിഗണിക്കപ്പെട്ടത്. ബാറ്ററായി കളത്തിലിറങ്ങിയ അദ്ദേഹത്തിന് ആദ്യ മത്സരത്തിൽ 10 പന്തിൽ 18 റൺസ് എടുക്കാൻ മാത്രമേ സാധിച്ചിരുന്നുള്ളൂ. അതാണ് വിമർശനങ്ങൾക്ക് കാരണമായത്. രണ്ടാം മത്സരത്തിലും ഇങ്ങനെ നിരാശാജനകമായ പുറത്താകൽ അദ്ദേഹം നേരിട്ടിരിക്കുകയാണ്. ആദ്യ മത്സരത്തിലെ പുറത്താകലിന് ശേഷം നിങ്ങൾ ഓൾറൗണ്ടറിനാണ് പണം ചെലവഴിച്ചത്, എന്നാൽ നിങ്ങൾക്ക് ലഭിച്ചത് ഒരു ബാറ്റർ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ റീഫണ്ട് ലഭിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ടാകണമെന്നായിരുന്നു മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമായ ആകാശ് ചോപ്രയുടെ, കമന്റേറ്റർ കൂടിയായ ആകാശ് ചോപ്രയുടെ കഴിഞ്ഞ മത്സര ശേഷമുള്ള ഗ്രീനെതിരെയുള്ള വിമർശനം. അപ്പോൾ എന്തുകൊണ്ടാണ് മത്സരത്തിൽ അദ്ദേഹം പന്തെറിയാത്തത് എന്ന കമന്റേറ്ററുടെ ചോദ്യത്തിന് ആദ്യ മത്സരശേഷം അതിൻ്റെ കാരണം ക്രിക്കറ്റ് ഓസ്ട്രേലിയയോടാണ് ചോദിക്കേണ്ടത് എന്നായിരുന്നു ക്യാപ്റ്റൻ രഹാനെയുടെ മറുപടി. അപ്പോൾ കാമറൂൺ ഗ്രീനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ 25.2 കോടി രൂപ കിട്ടിയതിന് ശേഷം, ഇങ്ങനൊരു വലിയൊരു പ്രൈസ് അദ്ദേഹത്തിന് ലഭിച്ചതിന് ശേഷം അദ്ദേഹം ആഷസിലും പരാജയമായിരുന്നു, ഓസ്ട്രേലിയക്ക് വേണ്ടി T20 ലോകകപ്പിലും പരാജയമായിരുന്നു. ഇവിടെ ഇത് IPL വന്നപ്പോൾ അദ്ദേഹത്തിന് പന്തെറിയാനുള്ള അനുമതി ക്രിക്കറ്റ് ഓസ്ട്രേലിയ നൽകിയിട്ടില്ല. ബാറ്റ് കൊണ്ടാണെങ്കിൽ അദ്ദേഹം തുടർച്ചയായി രണ്ടാം മത്സരത്തിലും പരാജയപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായും വരും മത്സരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഫോം, അദ്ദേഹം എങ്ങനെ കൊൽക്കത്തയുടെ വിജയനായകനാകും എന്ന കാര്യത്തിൽ അവരൊക്കെയും കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യചിഹ്നങ്ങളിൽ ഒന്നുകൂടിയാണത്.